ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി സി സർക്യൂട്ട്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡി സി സർക്യൂട്ട്സുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് നമ്മൾ പറയുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത്, ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് ഒരു സർക്യൂട്ട് എന്നുള്ളതാണ്. വാട്ട് ഈസ് എ സർക്യൂട്ട്? സർക്യൂട്ട് എന്താണെന്നുള്ളതാണ് ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം. അപ്പോൾ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഫ്ലോ ഉള്ള ഒരു കണ്ടക്റ്റിംഗ് പാത്തിനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്റ്റിംഗ് പാത്തിനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കറണ്ട് ഏത് വഴിയാണോ പോകുന്നത്, എങ്ങോട്ടാണോ പോകേണ്ടത്, അപ്പോൾ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടക്റ്റിംഗ് പാത്തിനെയും നമ്മൾ സർക്യൂട്ട് എന്ന് പറയും. ഇപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഭാവിയിൽ ഫ്ലോ ചെയ്യാൻ പോകുന്ന ഒരു റൂട്ട്, അല്ലെങ്കിൽ പോകുന്ന ഒരു വേ, അല്ലെങ്കിൽ പോകുന്ന ഒരു പാത്ത്, അതിനെയാണ് നമ്മൾ സിംപ്ലി സർക്യൂട്ട് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ സർക്യൂട്ടിനകത്ത് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ പാരാമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനകത്തുള്ള പലതരം എലമെൻസിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് നമ്മൾ ടെക്നിക്കലി പറയുന്നത്. അപ്പോൾ നമ്മളൊരു സർക്യൂട്ടിനകത്തുള്ള പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ എലമെൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസിസ്റ്റർ ഒരു സർക്യൂട്ടിലെ ഒരു എലമെൻ്റാണ്, കപ്പാസിറ്റർ ഒരു സർക്യൂട്ടിലെ എലമെൻ്റാണ്, ഇൻഡക്ടർ ഒരു സർക്യൂട്ടിലെ എലമെൻ്റാണ്. ഇതൊക്കെ സർക്യൂട്ടിലുള്ള എലമെൻസ് ആണ്. റൈറ്റ്. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്തുള്ള പലതരം എലമെൻസിനെ അതിനെ പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് പാരാമീറ്റേഴ്സ് രണ്ട് ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സും രണ്ടാമത്തത് ലംബ്ഡ് പാരാമീറ്റേഴ്സും. ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സും ലംബ്ഡ് പാരാമീറ്റേഴ്സും. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ് ആണോ അല്ലെങ്കിൽ ലംബ്ഡ് പാരാമീറ്റേഴ്സ് ആണോ നമ്മുടെ സർക്യൂട്ടിനകത്ത് ഉള്ളത്, അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സർക്യൂട്ടുകളെ ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ടുകളെന്നും ലംബ്ഡ് സർക്യൂട്ടുകളെന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മളൊരു സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു കണ്ടക്റ്റിംഗ് പാത്തിനെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറഞ്ഞു. ആ സർക്യൂട്ടിനകത്തുള്ള എലമെൻസിന് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു. ആ പാരാമീറ്റേഴ്സ് നമുക്ക് രണ്ട് ടൈപ്പിലുണ്ടാവും. ഒന്ന് ഡിസ്ട്രിബ്യൂട്ടഡ് ടൈപ്പും രണ്ടാമത് ലംബ്ഡ് ടൈപ്പും. ലംബ്ഡ് ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഒരു പർട്ടിക്കുലർ സിംഗിൾ പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. സർക്യൂട്ടുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, ഒരു പർട്ടിക്കുലർ ഒരു സെക്ഷനിലേക്ക് എന്ന് പറയാൻ പറ്റില്ല, പർട്ടിക്കുലർ ഒരു പോയിന്റിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെയാണ് ലംബ്ഡ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ലംബ്ഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. സപ്പോസ് ആ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഒരു പോയിന്റിനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ അതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. സിംപ്ലി ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലംബ്ഡ് പാരാമീറ്റേഴ്സ് എന്നും, പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ് എന്നും നമ്മൾ പറയും. റൈറ്റ്. അങ്ങനെ ഇങ്ങനെയാണ് രണ്ട് രീതിയിലുള്ള പാരാമീറ്റേഴ്സ് ഒരു സർക്യൂട്ടിനകത്തുള്ളത്. അപ്പോൾ ആ സർക്യൂട്ടിനകത്ത് ഏത് പാരാമീറ്ററാണോ ഉള്ളത്, ലംബ്ഡ് പാരാമീറ്റർ ആണെങ്കിൽ ആ സർക്യൂട്ട് ലംബ് സർക്യൂട്ട് ആവും, ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സ് ആണുള്ളതെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടഡ് സർക്യൂട്ട് ആവും. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് സർക്യൂട്ടിനെ പറയാൻ പറ്റും. ഇനി ഇതല്ലാതെ ഈ സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് കഴിഞ്ഞിട്ട് ഈ പാരാമീറ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ട് നമ്മുടെ സർക്യൂട്ടിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തതാണ് ലീനിയർ സർക്യൂട്ടും അതേപോലെ തന്നെ നോൺ ലീനിയർ സർക്യൂട്ടും. ലീനിയർ സർക്യൂട്ട് അതേപോലെ നോൺ ലീനിയർ സർക്യൂട്ട്, ഇത് ഒന്നാമത്തെ കാര്യമാണ്. ഈ ലീനിയർ സർക്യൂട്ട് നോൺ ലീനിയർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സർക്യൂട്ടിലെ പാരാമീറ്റേഴ്സ് ആ സർക്യൂട്ടിലെ കറണ്ടിനെയോ വോൾട്ടേജിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അതായത് കറണ്ടിൻ്റെ ചേഞ്ചസിലും വോൾട്ടേജിൻ്റെ ചേഞ്ചസിലും ആ പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത്തരം സർക്യൂട്ടുകളെയാണ് നമ്മൾ ലീനിയർ സർക്യൂട്ട് എന്ന് പറയാം. അതായത് ആ സർക്യൂട്ടിനകത്തുള്ള കറണ്ടിൻ്റെയോ വോൾട്ടേജിനെയോ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇതിനകത്തുള്ള പാരാമീറ്റേഴ്സ് ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള സർക്യൂട്ടുകളെയാണ് നമ്മൾ ലീനിയർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ പാരാമീറ്റേഴ്സ് ഈ കറണ്ടിനും വോൾട്ടേജിനും അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. കറണ്ടിനും വോൾട്ടേജിനും അനുസരിച്ച് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ നോൺ ലീനിയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റൈറ്റ്. ഇപ്പോൾ ലീനിയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻ്റ് ആയി, വിച്ച് ഇസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ചേഞ്ച് ഇൻ വോൾട്ടേജ് ഓർ കറണ്ട്.
റൈറ്റ്. വോൾട്ടേജും കറണ്ടിനും ചേഞ്ചിന് ഇറസ്പെക്റ്റീവ് ആയിരിക്കും പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലീനിയർ സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. ഇത് ചേഞ്ച് ചെയ്യുന്നതാണെങ്കിൽ പാരാമീറ്റേഴ്സ് ചേഞ്ചിങ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ നോൺ ലീനിയർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. ഫൈൻ. ഇനി ഇതല്ലാതെ അടുത്ത ഒരു ക്ലാസിഫിക്കേഷനാണ് യൂണിലാറ്ററൽ സർക്യൂട്ട് ആൻഡ് ബൈലാറ്ററൽ സർക്യൂട്ട്. ഇത് ഡയറക്ഷണൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂണിലാറ്ററൽ എന്നും ബൈലാറ്ററൽ എന്നും പറയുന്നത്. അപ്പോൾ യൂണിലാറ്ററൽ ബൈലാറ്ററൽ അതിനകത്തുള്ള രണ്ട് ആദ്യത്തെ വാക്കുകൾ, യൂണി മീൻസ് 1, ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, അതാണ് നമ്മുടെ മീനിങ്. അപ്പോൾ യൂണിലാറ്ററൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഫ്ലോ ഓഫ് ഓപ്പറേഷനെ, ഏത് ഡയറക്ഷനിലാണോ അതിൻ്റെ ഓപ്പറേഷൻ വരുന്നത്, നമ്മൾ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യാൻ കാരണം നമ്മളവിടെ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് എടുക്കുന്നതെങ്കിൽ അതവിടെ നമ്മുടെ ഓപ്പറേഷൻ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ സർക്യൂട്ടിൻ്റെ ഓപ്പറേഷണൽ ഡയറക്ഷൻ, ഏത് ഡയറക്ഷനിലാണോ ആ സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആ സർക്യൂട്ടിനെ ആ ഓപ്പറേഷൻ്റെ ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുവെങ്കിൽ അതിനെയാണ് യൂണിലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു സർക്യൂട്ടിലെ കറണ്ട് നമ്മളിപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചോ, ഇതിപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ആയി പോയി അല്ലേ, ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആ കറണ്ട് പോവുകയാണെങ്കിൽ ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഒരു പാരാമീറ്ററും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് അതേ സർക്യൂട്ട് വേറെ പാരാമീറ്ററും കാണിക്കുന്നെങ്കിൽ, പാരാമീറ്റർ അല്ല വേറെ പ്രോപ്പർട്ടീസും കാണിക്കുന്നെങ്കിൽ, ഇതിനകത്തുള്ള പാരാമീറ്റേഴ്സിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ് മാറുകയാണ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്തും രണ്ടും രണ്ട് പ്രോപ്പർട്ടീസാണ് കാണിക്കുന്നതെങ്കിൽ അത്തരം സർക്യൂട്ടുകളെയാണ് നമ്മൾ യൂണിലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയുക. ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഡയോഡ്. ഡയോഡ് ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷനും റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനും ഉണ്ട്. അതായത് ഡയോഡിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ ഡയറക്റ്റ് മാറുന്നതിനനുസരിച്ച് ഡയോഡിൻ്റെ പ്രോപ്പർട്ടി മാറും. റൈറ്റ്, അത് ഒരു യൂണിലാറ്ററൽ ഡിവൈസ് ആണ്. അപ്പോൾ യൂണിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന് ബൈ ഡെഫിനിഷൻ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് ഓപ്പറേഷൻ, ഫ്ലോ ചെയ്യുന്നതെന്നല്ല ഡയറക്ഷൻ ഓഫ് ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് യൂണിലാറ്ററൽ സർക്യൂട്ട്. റൈറ്റ്, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ ഫ്ലോയെ ആ സർക്യൂട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ, കറണ്ട് ഏത് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു ആ ഫ്ലോയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈലാറ്ററൽ എന്തായിരിക്കും? രണ്ട് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്താലും, ഏത് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്താലും ആ സർക്യൂട്ടിൽ ചേഞ്ചസ് ഒന്നും ഇല്ല, ആ സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഒന്നും ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള സർക്യൂട്ടുകളെയാണ് ബൈലാറ്ററൽ സർക്യൂട്ട്. ബൈലാറ്ററൽ സർക്യൂട്ടിൻ്റെ എക്സാമ്പിളാണ് ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു ചേഞ്ചസും ആ സർക്യൂട്ടിനകത്ത് ഉണ്ടാവില്ല. അതൊരു ബൈലാറ്ററൽ സർക്യൂട്ടാണ്. ആ ബൈലാറ്ററൽ സർക്യൂട്ട് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ട്രാൻസ്മിഷൻ ലൈനകത്ത് നമ്മൾ ഒരു ഫീഡർ പോയാലും നമുക്ക് ബാക്ക് ഫീഡിങ് ചെയ്തുകൊണ്ട് ആ ഫീഡറിനെ ബാക്കിയുള്ള പോർഷൻസിൽ നമുക്ക് സപ്ലൈ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. റൈറ്റ്, അത് ബൈലാറ്ററൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്. റൈറ്റ്, അതാണ് യൂണിലാറ്ററൽ സർക്യൂട്ടും ബൈലാറ്ററൽ സർക്യൂട്ടും. അപ്പോൾ ഇത്രയാണ് നമുക്ക് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ സർക്യൂട്ടിൻ്റെ തൊട്ട് മുകളിലുള്ള ആളിനെ പറയാണ് നെറ്റ്വർക്ക്. സർക്യൂട്ടിൻ്റെ തൊട്ട് മുകളിലുള്ള ആളാണ് നെറ്റ്വർക്ക്. റൈറ്റ്, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാരാമീറ്റേഴ്സിനെ ഒരു പർട്ടിക്കുലർ മാനറിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് സർക്യൂട്ടിൻ്റെ വലിയ ആളാണ് നെറ്റ്വർക്ക്. സിംപ്ലി കോമ്പിനേഷൻ ഓഫ് സർക്യൂട്ട്സ് ഈസ് കോൾഡ് ആസ് നെറ്റ്വർക്ക്. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓർ അറേഞ്ച്മെൻറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ആർ കോൾഡ് നെറ്റ്വർക്ക്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ ആരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നെറ്റ്വർക്കിലുള്ള കമ്പോണൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നെറ്റ്വർക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് നെറ്റ്വർക്ക് ഉള്ളത്. ഒന്ന് ആക്റ്റീവ് നെറ്റ്വർക്കും രണ്ടാമത്തത് പാസീവ് നെറ്റ്വർക്കും. ആക്റ്റീവ് നെറ്റ്വർക്ക് ആൻഡ് പാസീവ് നെറ്റ്വർക്ക്. അപ്പോൾ ഈ ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിനകത്ത് ഒരു ആക്റ്റീവ് കമ്പോണൻ്റ് ഉണ്ട്. ആക്റ്റീവ് കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ, ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ എനർജി സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളാണ് നമ്മൾ ആക്റ്റീവ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നെറ്റ്വർക്കിനകത്ത് നമുക്ക് ഒന്നോ ഒന്നിലധികമോ EMF സോഴ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. അത്തരം EMF സോഴ്സുകൾ ഉള്ള ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് EMF സോഴ്സുകൾ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആ നെറ്റ്വർക്കിനകത്ത് EMF സോഴ്സ് ഒന്നും ഇല്ല എങ്കിൽ, ദർ ഈസ് നോ EMF സോഴ്സ്, അത്തരം നെറ്റ്വർക്കുകളെ നമ്മൾ പറയുന്ന പേരാണ് പാസീവ് നെറ്റ്വർക്ക്. അത്തരം നെറ്റ്വർക്കുകൾ പറയുന്ന പേരാണ് പാസീവ് നെറ്റ്വർക്ക്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് നെറ്റ്വർക്കുകൾ ഉള്ളത്. റൈറ്റ്, ആക്റ്റീവ് നെറ്റ്വർക്കും പാസീവ് നെറ്റ്വർക്കും. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ പർട്ടിക്കുലർ മാനറിൽ നമ്മളൊരു പാരാമീറ്റേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയുക.
അപ്പോൾ ആ നെറ്റ്വർക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, ആക്റ്റീവ് നെറ്റ്വർക്കും പാസീവ് നെറ്റ്വർക്കും. EMF സോഴ്സ് ഉള്ള നെറ്റ്വർക്കിനെയാണ് ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയുക, EMF സോഴ്സ് ഇല്ലാത്ത നെറ്റ്വർക്കിനെയാണ് പാസീവ് നെറ്റ്വർക്ക് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ്, ഇനി ഒരു രണ്ട് ടേമും കൂടെ നമുക്ക് ഇതിനകത്ത് പറയാനുണ്ട് ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോഡാണ്. നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ. നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ രണ്ടോ അതിലധികമോ എലമെൻസിൻ്റെ മീറ്റിംഗ് പോയിന്റിനെ പറയുന്ന പേരാണ് ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു റെസിസ്റ്റർ ഇവിടെയുണ്ട്, ഒരു റെസിസ്റ്റർ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഈ രണ്ട് റെസിസ്റ്ററും മീറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെ പറയുന്ന പേരാണ് നോഡ്. രണ്ടോ അതിലധികമോ എലമെൻസുകളുടെ മീറ്റിംഗ് പോയിന്റിനെ പറയുന്ന പേരാണ് ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ടേമുകളെല്ലാം നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ഈ നെറ്റ്വർക്കിൻ്റെ അനാലിസിസ് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത ഒരു ടേമാണ് ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് നോഡുകൾക്കിടയിലുള്ള സെക്ഷനെ പറയുന്ന പേരാണ് ബ്രാഞ്ച്. ഇതാണ് ഒരു ബ്രാഞ്ച്. രണ്ട് നോഡുകൾക്കിടയിലുള്ള ഒരു പോർഷന്, ഇവിടെ ഒരു നോഡ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് കൂടി ഉണ്ടെങ്കിൽ ഇതൊരു നോഡ് 1 ആണ്, ഇത് നോഡ് 2 ആണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് നോഡുകൾക്കിടയിലുള്ള ഒരു റീജിയൻ അല്ലെങ്കിൽ രണ്ട് നോഡുകൾക്കിടയിലുള്ള ഒരു സെക്ഷൻ, ഒരു പാർട്ടിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് സർക്യൂട്ട്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് ടേമുകൾ. അപ്പോൾ നമ്മൾ പറഞ്ഞ ടേമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർക്യൂട്ടിലെ പാരാമീറ്റേഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് ടൈപ്പ് പാരാമീറ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റേഴ്സും ലംപ്ഡ് പാരാമീറ്റേഴ്സും. അതേപോലെ തന്നെ അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് പലതരം സർക്യൂട്ടുകൾ, ലീനിയർ സർക്യൂട്ട്, നോൺ ലീനിയർ സർക്യൂട്ട്, യൂണിലാറ്ററൽ സർക്യൂട്ട്, ബൈലാറ്ററൽ സർക്യൂട്ട്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറഞ്ഞത് നെറ്റ്വർക്ക് ആയിരുന്നു. നെറ്റ്വർക്ക്, അതിൽ രണ്ട് ടൈപ്പ് നെറ്റ്വർക്കുകൾ, ആക്റ്റീവ് നെറ്റ്വർക്കും പാസീവ് നെറ്റ്വർക്കും. ഇങ്ങനെ രണ്ട് ടൈപ്പ് നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് നെറ്റ്വർക്കിലെ രണ്ട് ആളുകളെയാണ്, ഒന്ന് നോഡ്, അതേപോലെ തന്നെ രണ്ടാമത്തത് ബ്രാഞ്ച്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകൾ. ഇനി നമുക്ക് പറയാനുള്ളത് ഈ നെറ്റ്വർക്കിൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് മെത്തേഡുകൾ അല്ലെങ്കിൽ ഒരുപാട് ലോസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ലോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓംസ് ലോ ആണ്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ലോ എന്ന് പറയുന്നത് ഓംസ് ലോ ആണ്. അപ്പോൾ ഓംസ് ലോ എന്താണെന്നുള്ളത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേൾക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് എപ്പോഴും ഒറ്റ ബൈഹാർട്ടായിട്ട് നമ്മൾ പഠിച്ചു വെച്ചൊരു സാധനമാണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് പാസിംഗ് ത്രൂ സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് വോൾട്ടേജ്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുക, അതിനെയാണ് കറണ്ടിൻ്റെ ഓപ്പോസിഷൻ എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. റൈറ്റ്. അപ്പോൾ ഈ ഓംസ് ലോ എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഒരു ബ്രാഞ്ചിനകത്തുള്ള അല്ലെങ്കിൽ ഒരു ജംഗ്ഷനകത്തുള്ള കറണ്ടൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബൈ യൂസിങ് ദാറ്റ് ഇക്വേഷൻ I = V/R. അപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിനകത്തുള്ള വോൾട്ടേജും അവിടെയുള്ള വോൾട്ടേജും അവിടെയുള്ള റെസിസ്റ്റൻസും നമുക്കറിയാമെങ്കിൽ കറണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. റൈറ്റ്. ഇത് ഏറ്റവും എളുപ്പത്തിൽ നമ്മളൊരു നെറ്റ്വർക്കിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. പക്ഷേ ഈ ലോക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഒന്നല്ല, രണ്ട് ലിമിറ്റേഷൻ ഉണ്ട്. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ചെറിയ സർക്യൂട്ട് ഡീൽ ചെയ്യുന്നതിന് പകരം കുറച്ച് വലിയ നെറ്റ്വർക്കാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. കുറച്ച് വലിയ നെറ്റ്വർക്കിലേക്ക് നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് സപ്പോസ് നമുക്ക് പാരലൽ ബ്രാഞ്ചിൽ ഒരു EMF സോഴ്സ് വരിക എന്ന് വിചാരിക്കാം. പാരലൽ ബ്രാഞ്ചിൽ ഒരു EMF സോഴ്സ് വരുന്ന ഒരു നെറ്റ്വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ഓംസ് ലോ അവിടെ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പാരലൽ ബ്രാഞ്ച്, EMF സോഴ്സ് ഉള്ള ഒരു പാരലൽ ബ്രാഞ്ച് നമ്മുടെ നെറ്റ്വർക്കിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓംസ് ലോ യൂസ് ചെയ്തിട്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മെഷ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് മെഷ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ മെഷ് എന്താണെന്ന് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, സോറി. മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പോർഷനെ, ഒരു നെറ്റ്വർക്കിനകത്തുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും വന്ന് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന ഒരു റീജിയനെ പറയുന്ന പേരാണ് മെഷ് എന്ന് പറയുന്നത്. ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയിട്ട് പോകുന്ന ഒരു പാത്തിനെയാണ് മെഷ് എന്ന് പറയുക. അപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു സർക്യൂട്ടല്ല നെറ്റ്വർക്കിനകത്ത്, ഒരു നെറ്റ്വർക്കിനകത്ത് നമുക്ക് ഒരുപാട് മെഷ് ഉണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഓംസ് ലോ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓംസ് ലോയുടെ രണ്ട് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പാരലൽ EMF സോഴ്സുള്ള പാരലൽ ബ്രാഞ്ചുകൾ വന്നു കഴിഞ്ഞാൽ ഓംസ് ലോ അപ്ലിക്കബിൾ അല്ല. രണ്ടാമത്തത് ഒരുപാട് മെഷ് വന്നു കഴിഞ്ഞാൽ ഓംസ് ലോ അപ്ലിക്കബിൾ അല്ല. അപ്ലിക്കബിൾ അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും നമ്മുടെ സർക്യൂട്ട്, നമ്മുടെ പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് അവിടെയൊന്നും നമുക്ക് ഓംസ് ലോ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ആ നെറ്റ്വർക്കിനെ സോൾവ് ചെയ്യാൻ വേണ്ടി, DC സർക്യൂട്ടിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ലോയാണ് കിർച്ചോഫ്സ് ലോ.
പ്രധാനപ്പെട്ട ഒരു ലോയാണ് കിർച്ചോഫ്സ് ലോ. റൈറ്റ്. അപ്പോൾ ഈ കിർച്ചോഫ്സ് ലോ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നമുക്ക് കിർച്ചോഫ്സ് ലോ ഉള്ളത്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് അല്ലെങ്കിൽ രണ്ട് കിർച്ചോഫ് ലോകളാണ് നമുക്കുള്ളത്. ഒന്ന് കിർച്ചോഫ് കറണ്ട് ലോയും രണ്ടാമത്തത് കിർച്ചോഫ് വോൾട്ടേജ് ലോയും. അപ്പോൾ കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നോഡിലേക്ക് അല്ലെങ്കിൽ പർട്ടിക്കുലർ ജംഗ്ഷനിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ടുകളുടെയും ലീവ് ചെയ്യുന്ന കറണ്ടുകളുടെയും സമ്മ് ഈക്വൽ ആണ് എന്നുള്ളതാണ് കിർച്ചോഫ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ജംഗ്ഷനിലേക്ക് അല്ലെങ്കിൽ ഒരു നോഡിലേക്ക് വരുന്ന കറണ്ടിൻ്റെ മൊത്തം തുകയും മൊത്തം സമ്മും ആ നോഡിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കറണ്ടുകളുടെ മൊത്തം സമ്മും ഈക്വൽ ആണ് എന്നതാണ് നമ്മുടെ കിർച്ചോഫ് കറണ്ട് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതേ സാധനം വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. അതായത് ഇപ്പോൾ ഇവിടെ I1 എന്ന് പറയുന്ന കറണ്ട് നമ്മൾ ജംഗ്ഷനുള്ളിലേക്ക് വരികയാണ്, I2 എന്ന് പറയുന്ന കറണ്ടും ജംഗ്ഷനുള്ളിലേക്ക് വരികയാണ്, I3 എന്ന് പറയുന്ന കറണ്ട് ജംഗ്ഷന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ I1 + I2 = I3. ഇതാണ് കിർച്ചോഫ് ലോ. ഞാൻ രണ്ടാമത് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഇത് I1 + I2 - I3 = 0. ഇതിൽ ഞാൻ ഈ -I3 എന്ന് എടുക്കാൻ കാരണം ഒരു പർട്ടിക്കുലർ നോഡിലേക്ക് എൻറ്റർ ചെയ്യുന്ന കറണ്ടിന് നമ്മൾ പോസിറ്റീവായിട്ടും ആ നോഡിൽ നിന്നും പുറത്തേക്ക് പോകുന്ന കറണ്ടിനെ നമ്മൾ നെഗറ്റീവായിട്ടും അസ്യൂം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് കിർച്ചോഫ് കറണ്ട് ലോ എന്ന് പറയുന്നത്. കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ, ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഈ ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നോഡ് ബേസ് ചെയ്തിങ്ങായിട്ട് നമുക്ക് ആ നെറ്റ്വർക്കിനെ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്. ഫൈൻ. ദെൻ നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ലോയാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്. കിർച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ലൂപ്പിൽ ആ ലൂപ്പിനകത്ത് എത്ര EMF ഉണ്ടോ ആ EMFകളുടെ എല്ലാം സമ്മും അതിലുള്ള ആ സർക്യൂട്ടിലുള്ള എല്ലാ പൊട്ടൻഷ്യൽ ഡ്രോപ്പും ഈക്വൽ ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ EMF = പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കിർച്ചോഫ് വോൾട്ടേജ് ലോ പറയുന്നത്. കിർച്ചോഫ് കറണ്ട് ലോ പറയുന്നത് ഒരു ജംഗ്ഷനെ മീറ്റ് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ കിർച്ചോഫ് വോൾട്ടേജ് ലോ പറയുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പിനകത്ത് EMF സോഴ്സുകളുടെ സമ്മും ആ ലൂപ്പിനകത്തുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പും ഈക്വൽ ആണ്. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെയുള്ളൊരു ഡ്രോപ്പ് എന്ന് പറയുന്ന IR1 എന്നും ഞാൻ ഇവിടെയുള്ള ഡ്രോപ്പിനെ ഞാൻ IR2 എന്നും ഈ EMFനെ E എന്നും എടുത്തു കഴിഞ്ഞാൽ E = IR1 + IR2. ഇതാണ് കിർച്ചോഫ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെ നമ്മൾ ഈ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ആൾജിബ്രായിക് സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഈസ് 0. റൈറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് എൻറ്ററിങ് അറ്റ് എ നോഡ് ഈസ് = 0 എന്നാണ്. പക്ഷെ കിർച്ചോഫ് വോൾട്ടേജ് ലോയിലേക്ക് വരുന്ന സമയത്ത് ആൾജിബ്രായിക് സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എറൗണ്ട് എ ക്ലോസ്ഡ് ലൂപ്പ് ഇൻ എ സർക്യൂട്ട് ഈസ് 0. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ വോൾട്ടേജിന് E - IRA1 + IR2 = 0. ഇതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഞാനൊരു മൈനസ് സൈൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് മൈനസ് മൊത്തത്തിലാണേ, മൈനസ് സൈൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ആ രണ്ട് മൈനസ് എങ്ങനെ ബേസ് ചെയ്തു എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ കിർച്ചോഫ് കറണ്ട് ലോയിലായിരുന്നെങ്കിൽ കറണ്ട് എൻ്റർ ചെയ്യുന്നത് പോസിറ്റീവായിട്ടും കറണ്ട് ലീവ് ചെയ്യുന്നത് നെഗറ്റീവായിട്ടും സിമ്പിളി നമുക്ക് അത്രയും പറഞ്ഞാൽ മതി. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള പൊട്ടൻഷ്യൽസ് ഉണ്ട്. ഒന്ന് നമ്മളുടെ EMF കൊണ്ടുണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ, രണ്ടാമത്തത് നമ്മളുടെ എലമെൻറ്റ്സ് കൊണ്ടുണ്ടാകുന്ന ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. റൈറ്റ്. അപ്പോൾ ആ രണ്ടിൻ്റെയും പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സൈൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് പൊട്ടൻഷ്യൽ സർക്യൂട്ടിൽ വരിക. ഒന്ന് റൈസ് ഇൻ പൊട്ടൻഷ്യൽ, അതായത് നമ്മൾ ആ സർക്യൂട്ടിൽ എടുക്കുന്ന സമയത്ത് ആ സർക്യൂട്ടിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ പോകുന്നതിനനുസരിച്ച് സർക്യൂട്ട് രണ്ട് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റൈസ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം. റൈറ്റ്. അപ്പോൾ നമ്മൾ ഒരു റെസിസ്റ്റൻസ് എടുത്തു, അതിനു മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, EMF പറയാം. EMF പറയുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ രണ്ട് കേസസ് ആണുള്ളതെന്ന് പറഞ്ഞു, രണ്ട് രീതികളെന്ന് പറഞ്ഞു. ഒന്ന് ഫാൾ ഇൻ പൊട്ടൻഷ്യൽ, രണ്ടാമത്തത് റൈസ് ഇൻ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ റൈസ് ഇൻ പൊട്ടൻഷ്യൽ എന്നും, പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫാൾ ഇൻ പൊട്ടൻഷ്യൽ എന്നും പറയും. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലാണ് നമുക്ക് പൊട്ടൻഷ്യൽ ഉള്ളത്. റൈറ്റ്. അപ്പോൾ നമ്മളൊരു EMF എടുത്തു കഴിഞ്ഞാൽ ഒരു EMF സോഴ്സിനകത്ത് രണ്ട് ടെർമിനലുകൾ ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് പോസിറ്റീവും നെഗറ്റീവും ആണെങ്കിൽ നമ്മൾ ആ ലൂപ്പിൻ്റെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ
മൂവ് ചെയ്യുന്ന ലൂപ്പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ, ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇതിനെ പറയുന്നതാണ് ഫാൾ ഇൻ പൊട്ടൻഷ്യൽ. ഇതിനെയാണ് നമ്മൾ ഫാൾ ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം. റൈറ്റ്. ഇനി നമുക്ക് നേരെ തിരിച്ചാന്ന് വിചാരിക്കാം. നെഗറ്റീവ് ഇവിടെയും പോസിറ്റീവ് ഇവിടെയും നമ്മൾ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇതിനെയാണ് നമ്മൾ റൈസ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയും. അതായത് സിംപ്ലി നമ്മൾ ആ സർക്യൂട്ടിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് പോസിറ്റീവ് ടെർമിനലിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് സെല്ലിൻ്റെ പോസിറ്റീവാണ് എനിക്ക് ആദ്യം വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഫാൾ ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ആ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് എനിക്ക് ആദ്യം വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റൈസ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഇനി വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് പോകുമ്പോൾ ഫാൾ ഇൻ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് പോകുമ്പോൾ റൈസ് ഇൻ പൊട്ടൻഷ്യൽ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ ഓർപ്പിച്ച് വെക്കാം. റൈറ്റ്. ഇത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ബട്ട് നമുക്ക് എപ്പോഴും ഡൗട്ട് വരുന്ന ഒരാളാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ആളാണ്. അപ്പോൾ ഇത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും റെസിസ്റ്റൻസിനെ പറയാം. പല ടെക്സ്റ്റ് ബുക്കുകളിലും പല രീതിയിലാണ്. ഒരു രീതി മാത്രം ഞാൻ പറയുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ട് എടുത്ത് ഒരു EMF സോഴ്സ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു EMF സോഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇവിടെ നിന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഞാൻ ആദ്യം മാർക്ക് ചെയ്തു. അപ്പോൾ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറണ്ടിൻ്റെ ഡയറക്ഷനിലെ ആദ്യം റെസിസ്റ്റൻസിലേക്ക് വരുന്ന പോയിന്റിനെ പോസിറ്റീവ് എന്നും രണ്ടാമത് വരുന്ന മറ്റേ ടെർമിനെ നെഗറ്റീവ് എന്നും നമ്മൾ മാർക്ക് ചെയ്യാം. ക്ലിയർ? അപ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ട് കറണ്ട് എൻ്റർ ചെയ്യുന്ന പോയിന്റിനെ പോസിറ്റീവ് എന്നും കറണ്ട് ലീവ് ചെയ്യുന്ന പോയിന്റിനെ നെഗറ്റീവ് എന്നും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി അടുത്ത് നമുക്ക് സർക്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി മെഷിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ കൊണ്ടുവരിക എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫാൾ ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. കറണ്ട് ഡയറക്ഷനും ഇതിൻ്റെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ, കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? പോസിറ്റീവ് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫാൾ ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി നമ്മൾ നേരെ തിരിച്ചാന്ന് വിചാരിക്കുക. ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും വന്നു എന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മുടെ ഡയറക്ഷൻ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പിൽ ഈ എലമെൻറ്റിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്കാണ് പോകുന്നത്. ഇതിനെയാണ് നമ്മൾ റൈസ് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് പൊട്ടൻഷ്യലുകൾ നമുക്ക് വരുന്നത്. ഫാൾ ഇൻ പൊട്ടൻഷ്യലും റൈസ് ഇൻ പൊട്ടൻഷ്യലും. പറഞ്ഞതിൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ടിൽ ഇതെങ്ങനെ മാർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു സിമ്പിൾ സർക്യൂട്ട് എടുക്കുന്നു. ഞാൻ ഒരു സെല്ല് ഇവിടെ എടുത്തു, ഒരു റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഇവിടെയുണ്ട്, ഒരു സെല്ല് ഇവിടെയുണ്ട്. റൈറ്റ്. ഒരു EMF സോഴ്സ് ഇവിടെയുണ്ട്. ഓക്കെ. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ ഞാൻ R1 എന്ന് പറയുന്നു, ഈ റെസിസ്റ്റൻസിനെ ഞാൻ R3 എന്ന് പറയുന്നു, ഈ റെസിസ്റ്റൻസിനെ ഞാൻ R2 എന്നും, ഈ സോഴ്സിനെ ഞാൻ E1 എന്നും, ഈ സോഴ്സിനെ ഞാൻ E2 എന്നും പറയുന്നു. റൈറ്റ്. അപ്പോൾ ഞാൻ പറയുന്ന റൈസ് ഇൻ പൊട്ടൻഷ്യൽ ഫാൾ ഇൻ പൊട്ടൻഷ്യലാണ്. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെല്ലിനെ ബേസ് ചെയ്തുകൊണ്ട് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇതാണ് സെല്ലിൻ്റെ പോസിറ്റീവ്, ഇതാണ് സെല്ലിൻ്റെ നെഗറ്റീവ്. അതെല്ലാവർക്കും അറിയാലോ. ഇതാണ് സെല്ലിൻ്റെ പോസിറ്റീവ്, ഇതാണ് സെല്ലിൻ്റെ നെഗറ്റീവ്. അപ്പോൾ സെല്ലിൽ നിന്ന് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ്, ഔട്ട്സൈഡ് ദ സെൽ. അപ്പോൾ കറണ്ട് ഇവിടെ നിന്നാണ് പുറത്തേക്ക് വരിക. I എന്ന് പറയുന്ന കറണ്ട് ഇവിടെ നിന്ന് വന്നു, I1 റെസിസ്റ്റൻസ് 1 കൂടെയുള്ള കറണ്ട് I1 ഇവിടെ വന്നു, I1 ഇവിടെ വന്നു. ആ I1 ഈ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ട് നിന്നു. റൈറ്റ്. നമുക്ക് രണ്ടാമതൊരു സോഴ്സും കൂടി ഉണ്ട്, E2. ഇവിടെ നിന്നും ഒരു കറണ്ട് വരുന്നുണ്ടാവും, I2. ആ I2 ഇതിലെ വന്ന് ഇവിടെ എത്തി. റൈറ്റ്. ഈ ജംഗ്ഷനിൽ ഇങ്ങോട്ടാണ് I2 വരുന്നത്, ഈ ജംഗ്ഷനിൽ ഇങ്ങോട്ടാണ് I1 വരുന്നത്. അപ്പോൾ I1ഉം I2ഉം ഈ ജംഗ്ഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആസ് പെർ കിർച്ചോഫ് കറണ്ടിലോ ഈ രണ്ട് കറണ്ടിൻ്റെയും സം എങ്ങോട്ട് പോകണം? താഴോട്ട് പോകണം. ഞാൻ അതിനെ I3 എന്ന് മാർക്ക് ചെയ്തു. I3 = I1 + I2. ലെറ്റ് ഇറ്റ് ബി. ക്ലിയർ? അപ്പോൾ ഞാൻ ഈ കറണ്ടുകളുടെ ഡയറക്ഷൻ എല്ലാം മാർക്ക് ചെയ്തു. ഇനി അടുത്ത് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്പുകൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ പോസിറ്റീവ് എടുത്തു, ഇവിടെ നെഗറ്റീവ് എടുത്തു. അപ്പോൾ ഇവിടെയാണ് പോസിറ്റീവ് വരിക, ഇവിടെയാണ് നെഗറ്റീവ് വരിക. കാരണം കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇവിടെ ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഓരോ എലമെൻറ്റിൻ്റെയും ഞാൻ പൊട്ടൻഷ്യൽ ഡ്രോപ്പുകൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ? ഇനി കിർച്ചോഫ് വോൾട്ടേജ് ലോ പ്രകാരം ഞാനൊരു പർട്ടിക്കുലർ പാത്തിൽ എടുത്തിട്ടാണ് ഞാൻ കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഞാനിതിനെ പേര് കൊടുക്കുന്നു ABCDEF. ഓരോ നോഡിനും ഞാൻ ഓരോ പേര് കൊടുത്തു, ABCDEF എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ലൂപ്പ് എടുത്തു, ABCDA എന്ന് പറയുന്ന ലൂപ്പ് എടുത്തു. അപ്പോൾ ഞാൻ എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ പോയി ഞാൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് വന്നു, വിച്ച് ഈസ്
fall in potential minus I1 R1. ദെൻ ഇങ്ങനെ വന്നു, ബിയിലെത്തി, ബിയിൽ നിന്നും സിയിലേക്ക് പോകുന്നു. ഇത് ഞാൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് വീണ്ടും പോകുന്നത്. ദാറ്റ് ഈസ് അഗെയിൻ fall in potential I3 into R3. ഞാൻ സിയിലെത്തി, തിരിച്ച് ഇങ്ങനെ വന്നു, ഇവിടെ എത്തി, സെല്ലിൽ വന്നു, നെഗറ്റീവിൽ നിന്നും ഞാൻ പോസിറ്റീവിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് റൈസ് ഇൻ പൊട്ടൻഷ്യൽ പ്ലസ് E1 = 0. ഇതാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. റൈറ്റ്. അപ്പോൾ ഇത് ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ E1 = I1 R1 പ്ലസ് I3 R3. ക്ലിയർ. ഇനി രണ്ടാമത്തെ ലൂപ്പ് എടുക്കുക. ഞാൻ ഈ ലൂപ്പ് എടുക്കുന്നു, BEFC എന്ന് പറയുന്ന രണ്ടാമത്തെ ലൂപ്പ് എടുക്കുന്നു. അപ്പോൾ ഈ BECFD എന്ന് പറഞ്ഞ രണ്ടാമത്തെ ലൂപ്പ് എടുക്കുമ്പോൾ ഇവിടെ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി, ഇപ്പോൾ നെഗറ്റീവ് ആണ് ആദ്യം വന്നത് എനിക്ക്. അപ്പോൾ അത് റൈസ് ഇൻ പൊട്ടൻഷ്യലാണ്, I2 into R2. പോസിറ്റീവാണ്, I2 into R2. ഇങ്ങനെ വന്നു, ഇവിടെ എത്തി. ഇത് ഞാൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് സെല്ല് വരുന്നത്, ഇയിൽ നിന്ന് എഫിലേക്ക് പോകുമ്പോൾ. ആ സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് എനിക്ക് അവിടെ fall in പൊട്ടൻഷ്യൽ വരും -E2. ദെൻ എഫിൽ വന്ന് സിയിൽ വന്നു, ഇവിടെ എലമെൻസ് ഒന്നുമില്ല. തിരിച്ച് ഞാൻ ബിയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ആദ്യം വരുന്നത് നെഗറ്റീവാണ്, എഗെയിൻ പോസിറ്റീവാണ് വരുന്നത്. ഞാൻ കയറി ചെല്ലുന്നത് നെഗറ്റീവിലേക്കാണ്. അപ്പോൾ അത് വീണ്ടും റൈസ് ഇൻ പൊട്ടൻഷ്യൽ പ്ലസ് I3 R3. ക്ലിയർ. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു എഗെയിൻ എനിക്ക് ഇവിടെ E2 = I2 R2 പ്ലസ് I3 R3. ഇങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ക്ലിയർ. ഇത് ഒരു മെത്തേഡാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെ കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ച് മാത്രം നോക്കിയിട്ട് പോകാം. കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കി പോകുന്ന സമയത്ത് നിങ്ങളിപ്പോൾ കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെ വെച്ചു, ഇത് ഞാൻ എടുത്തില്ല. ഇത് എടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ നെഗറ്റീവ് വരും. അവസാനം ഫൈനലി അത് എന്ത് ചെയ്യും, തിരിച്ച് ഇതേപോലെ തന്നെ വരും. ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഞാൻ ഈ മെത്തേഡ് പ്രിഫർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നു. കാരണം മറ്റേ മെത്തേഡോട് പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇതാണ് കിർച്ചോഫ് കറണ്ട് ലോയും വോൾട്ടേജ് ലോയും. റൈറ്റ്. ഇനി നമുക്ക് ഈ കിർച്ചോഫ് ലോയും കറണ്ട് ലോയും വോൾട്ടേജ് ലോയും നമ്മൾ പറഞ്ഞതിൽ എന്തിനാണ് ഇത്രയും സാധനങ്ങളൊക്കെ പറഞ്ഞത് എന്നുള്ളൊരു കാര്യം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്കുകളെ നമുക്ക് ഓരോ ബ്രാഞ്ചിലെയും കറണ്ടിനെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക, ആ ബ്രാഞ്ചിലെ കറണ്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ രണ്ട് നോഡുകൾക്കിടയിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുക. ഇത്തരത്തിലുള്ള നെറ്റ്വർക്ക് സോൾവിങ് ടെക്നിക്കുകളായിട്ടാണ് നമ്മൾ ഈ കിർച്ചോഫ് കറണ്ട് ലോയും വോൾട്ടേജ് ലോയും യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ കിർച്ചോഫ് കറണ്ട് ലോയും വോൾട്ടേജ് ലോയും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി, നെറ്റ്വർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി 3 ടെക്നിക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ബ്രാഞ്ച് കറണ്ട് മെത്തേഡ് എന്നുള്ളതാണ്. ബ്രാഞ്ച് കറണ്ട് മെത്തേഡ്. ഈ ബ്രാഞ്ച് കറണ്ട് മെത്തേഡിനകത്ത് നമ്മൾ ഓരോ ബ്രാഞ്ചിലെയും കറണ്ടിനെ ഓരോ പാരാമീറ്റേഴ്സ് ആക്കി എടുത്തിട്ട് നോഡ് ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ എഴുതും. നോഡ് ബേസ് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് ബ്രാഞ്ച് കറണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. റൈറ്റ്. ഈ ബ്രാഞ്ച് കറണ്ട് മെത്തേഡിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഒരു സർക്യൂട്ടിനകത്ത് n നമ്പർ ഓഫ് നോഡുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാഞ്ച് കറണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ആ നെറ്റ്വർക്ക് സോൾവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് n-1 ഇക്വേഷൻസ് എവിടെ ഉണ്ടാവും, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ ക്ലാസ് എടുക്കുന്നതൊക്കെ ഓൺ PSC ബേസ് ചെയ്ത് മാത്രമാണ്, വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോവില്ല, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഫൈൻ. അപ്പോൾ ഇതിൻ്റെ കുറേ സ്റ്റെപ്പുകളുണ്ട്. ബ്രാഞ്ച് കറണ്ട് മെത്തേഡിൽ എന്ത് ചെയ്യണം, ആദ്യം ഇത് ചെയ്യണം, രണ്ടാമത്തത് ഐറ്റം നമ്പർ 2, ഐറ്റം നമ്പർ 3, അങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട്. അതെല്ലാം കൂടെയാണ് ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞത്. ഒരു ബ്രാഞ്ചിനകത്തുള്ള കറണ്ടിനെ നമ്മൾ പാരാമീറ്റർ എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട്, നോഡ് ബേസ് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതുന്നു. ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നു. ഒന്ന്, നോഡ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇക്വേഷൻ എഴുതുന്നത്, ബ്രാഞ്ച് കറണ്ട് മെത്തേഡിൽ ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ടിനകത്ത് n നമ്പർ ഓഫ് നോഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് n-1 ഇക്വേഷൻസ് ആ സർക്യൂട്ടിൽ സോൾവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു നോഡിനെ ബേസ് ചെയ്ത് നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് കിർച്ചോഫ് കറണ്ട് ലോ ആണ്, ഓർത്തിരിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മെഷ് കറണ്ട് മെത്തേഡാണ്. ഈ മെഷ് കറണ്ട് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഒരു മെഷിലെ അല്ലെങ്കിൽ ഒരു ലൂപ്പിനകത്തുള്ള കറണ്ട് പാരാമീറ്റർ ബേസ് ചെയ്തിട്ടാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുന്നത് ബേസ്ഡ് ഓൺ ദി മെഷ് ആണ്. അപ്പോൾ മെഷ് ബേസ് ചെയ്ത് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മളിവിടെ ഏത് ലോയാണ് യൂസ് ചെയ്യുക, കിർച്ചോഫ് വോൾട്ടേജ് ലോയാണ് എഴുതുക. അപ്പോൾ ഓരോ ലൂപ്പിനും അല്ലെങ്കിൽ ഓരോ മെഷിനും ഓരോ ഇക്വേഷൻ ഉണ്ടാവും. അപ്പോൾ ആ നെറ്റ്വർക്കിനകത്ത് n നമ്പർ ഓഫ് മെഷ് ആണുള്ളതെങ്കിൽ അതിനകത്ത് നമുക്ക് n നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ടാവും. നേരത്തെ നമുക്ക് n നമ്പർ ഓഫ് നോഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ n-1 ഇക്വേഷൻ ആയിരുന്നെങ്കിൽ ഇവിടെ n നമ്പർ ഓഫ് മെഷുകൾക്ക് n നമ്പർ ഓഫ് ഇക്വേഷൻസ് ഉണ്ടാവും.
ഇനി മൂന്നാമത്തെ മെത്തേഡാണ് നോഡൽ വോൾട്ടേജ് മെത്തേഡ്. നോഡൽ വോൾട്ടേജ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ നോഡിലെയും വോൾട്ടേജ് അസ്യൂം ചെയ്യും. ആ പേര് തന്നെയുണ്ട് നമ്മൾ എന്താണ് അസംഷനിൽ എടുക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ അസംഷനിൽ എടുക്കുന്നത് ബ്രാഞ്ചിലെ കറണ്ടാണ്, ഇവിടെ നമ്മൾ അസംഷനിൽ എടുക്കുന്നത് ഒരു ലൂപ്പിലെ കറണ്ടാണ്, ഇവിടെ നമ്മൾ അസംഷനിൽ എടുക്കുന്നത് ഓരോ നോഡിലെ വോൾട്ടേജ് ആണ്. എന്നിട്ട് നമ്മൾ ഓരോ നോഡിന് ബേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതും. ആ നോഡിനെ ബേസ് ചെയ്ത് ഇക്വേഷൻ എഴുതിയിട്ട് കിർച്ചോഫ് കറണ്ട് ലോ യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ആ നെറ്റ്വർക്കിനെ സോൾവ് ചെയ്യും. ഇങ്ങനെയാണ് നെറ്റ്വർക്ക് അനാലിസിസ് നമ്മൾ കിർച്ചോഫ് ലോ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് 1-2-3 പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു കിർച്ചോഫ് ലോ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇത് ചില പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഡിപ്ലോമ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട്. സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും, വളരെ ഡെപ്തിലുള്ള പ്രോബ്ലംസ് ഒന്നും വരില്ല, എങ്കിലും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് വരും. അപ്പോൾ 1-2-3 പ്രോബ്ലംസ് ചെയ്ത് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. 1-2 പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ കിർച്ചോഫ് ലോയുടെ കൺസെപ്റ്റുകളൊക്കെ ഒന്നുകൂടെ സ്ട്രോങ് ആവുകയും ചെയ്യും. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.